നമസ്കാരം. സുഭാഷിതം. അനർദ്ധമർദ്ധതഃ പശയന്നർദ്ധം ചൈവാപ്യനർദ്ധതഃ ഇന്ദ്രിയൈ രചിതൈ ബാലഃ സുദുഃഖം മന്യതേ സുഖം. ഇവിടെ ഈ സുഭാഷിതത്തിൻ്റെ അർത്ഥം പറയുന്നത്, ഇന്ദ്രിയ ജയം സാധിക്കാത്ത അവിവേകി അനർത്ഥത്തിൽ അർത്ഥത്തെയും അർത്ഥത്തിൽ അനർത്ഥത്തെയും കണ്ടുകൊണ്ട് കഠിന ദുഃഖം പോലും സുഖം എന്ന് കരുതി ജീവിക്കുവാൻ ഇടയാകുന്നു. ഇത് പറയുന്നത് ധനവാന് ഇന്ദ്രിയ നിഗ്രഹമില്ലെങ്കിൽ എന്തു സംഭവിക്കുമെന്നാണ്. ഒരു മനുഷ്യൻ ധനവാനാണ്, ഇന്ദ്രിയ നിഗ്രഹം, അതായത് പഞ്ചേന്ദ്രിയങ്ങളെ അവൻ്റെ സ്വന്തം വശത്താക്കിക്കൊണ്ട് അതിനെ വളരെ നല്ല നിയന്ത്രണത്തിൽ നിർത്തുവാനുള്ള കഴിവില്ലാത്തവനാണെങ്കിൽ അവനെന്ത് ചെയ്യും? അവൻ്റെ സർവ്വ ഐശ്വര്യങ്ങളും ഇല്ലാതെയാകും. അപ്പോൾ സർവ ഐശ്വര്യങ്ങളും ആ ധനവാന് നഷ്ടമാകുന്നതിൻ്റെ കാരണം അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി നിർത്താനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ്. ഇവിടെ ഉദാഹരണം പറഞ്ഞ രണ്ട് വലിയ മത്സ്യങ്ങൾ നല്ല ബലമുള്ള ഒരു വലയിൽ അകപ്പെട്ടാൽ ഒരുമിച്ച് ആ വല കടിച്ചു മുറിച്ച് രക്ഷപ്പെടും. അതുപോലെ ക്രോധവും ഒക്കെ ആകുന്ന വലിയ മത്സ്യങ്ങൾ ഒരുവന്റെ മനസ്സിലകപ്പെട്ടാൽ ആ മനുഷ്യന്റെ വിവേകബുദ്ധി നശിപ്പിക്കും. അപ്പൊ കാമക്രോധങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദുഷ്ടനിൽ നിന്ന് അകന്നു നിൽക്കാതെ അവനോടൊപ്പം സഹവസിക്കുന്ന നിരപരാധികളും ദുഷ്ടനോടൊപ്പം ശിക്ഷ ഏൽക്കുവാൻ ഇടയാകുന്നു. ശരിയാണല്ലോ. ഉണങ്ങിയ വിറകിനൊപ്പം പച്ച വിറകൻ കത്തി അമരും, നമുക്കറിയാം. അല്ലെങ്കിൽ അത് നേരിട്ട് അനുഭവിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാക്കും. അറിവില്ലാത്തവർ നേരെ വിദ്വാൻമാരെ നിന്ദിക്കുന്നു, ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യും. നിന്ദാവചനങ്ങൾ പറയുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്നവർ പാപത്തിൽപ്പെടുകയും ചെയ്യും. എന്നാൽ അതൊക്കെ ക്ഷമയോടെ കേൾക്കുന്ന വിദ്വാന്റെ പാപങ്ങൾ മോചിക്കപ്പെടുന്നു. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, നമുക്ക് വിവേകബുദ്ധി തന്നിട്ടുണ്ട്. ആ വിവേകബുദ്ധി ഉപയോഗിച്ച് നമ്മൾ കാമക്രോധ ലോഭ മോഹമതമാത്സര്യം എന്നൊക്കെ പറയാറില്ലേ, അത്തരം ചേഷ്ടകളെ, അത്തരം നമ്മളിൽ ഉണ്ടാകുന്ന ദുർസ്വഭാവങ്ങളെ മാറ്റി നിർത്തിയാൽ നമുക്ക് ഐശ്വര്യം താനേ ഉണ്ടാകും എന്നൊക്കെയാണ് ഈ സുഭാഷിതങ്ങൾ അർത്ഥമാക്കുന്നത്. നമസ്തേ.